യോഹന്നാൻ്റെ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ളതാകുന്ന ആ വേദഭാഗം നമുക്ക് വായിക്കുകയും ആ വേദഭാഗം നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത നമുക്കൊരുമിച്ച് ചിന്തിക്കുകയും ചെയ്യാം. യോഹന്നാൻ്റെ രണ്ടാം ലേഖനം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തിനും ദൈവമില്ല. ഉപദേശത്തിൽ നിലനിൽക്കുന്നവനും പിതാവും പുത്രനുമുണ്ട്. ഒരുത്തൻ ഈ ഉപദേശം കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുപ്പിൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയുകയും വരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. മതിയാവും. യോഹന്നാൻ്റെ രണ്ടാം ലേഖനത്തിൽ നിന്ന് കഴിഞ്ഞ ചില ആഴ്ചകളായി ചിന്തിപ്പാൻ, 1-2 ആഴ്ചകളായി ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നുവല്ലോ. യോഹന്നാൻ്റെ ലേഖനത്തിൽ, പ്രത്യേകിച്ച് ഈ രണ്ടാമത്തെ ലേഖനത്തിൽ പ്രധാനപ്പെട്ട സന്ദേശമാണ് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രാരംഭമായിട്ട് സത്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പ്രാരംഭ വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. ആ സഭയിലുള്ള ചിലർ സത്യത്തിൽ നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഈ എൽഡർ, ഈ മൂപ്പൻ സന്തോഷിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ അനേകർ വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തൻ്റെ ഒരു വലിയ കൺസേണായിട്ട് ഈ അപ്പോസ്തലൻ പറയുക. അതിനെതിരെയുള്ളതാകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 8-9 വാക്യങ്ങളിൽ അവരുടെ വഞ്ചനയിൽ അകപ്പെട്ട് ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. 10-11 വാക്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുക. അപ്പോൾ 2 കാര്യങ്ങളാണ്. അവനെ വീട്ടിൽ കൈക്കൊള്ളല് എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ ആദ്യമേ തന്നെ, പിന്നീട് സമയം ഒരു പക്ഷേ കിട്ടാത്തതുകൊണ്ട് പെട്ടെന്നങ്ങ് പറയാം. വീട്ടിൽ കൈക്കൊള്ളരുത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആരെങ്കിലും വീട്ടിൽ വന്നാൽ സാമാന്യ മര്യാദ കാണിക്കരുതെന്നല്ല യോഹന്നാൻ അർത്ഥമാക്കുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. എന്നാൽ അനേകരെ നരകത്തിലേക്ക് നയിക്കുന്ന, അനേകരെ ദൈവഭക്തിയിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു ഉപദേശവും ഉപദേഷ്ടാവും അതിനെ ഒരു കാരണവശാലും നാം പ്രോത്സാഹിപ്പിക്കരുത്. കാരണം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ എന്താകുക? അവൻ്റെ ദുഷ്പ്രവൃത്തിയിൽ കൂട്ടാളിയാകുക. പലരുടെ ന്യായീകരണം ഞാൻ കേൾക്കാറുണ്ട്. പല ദുരുപദേശ കൂട്ടങ്ങളിലും പോയിട്ട് പ്രസംഗിക്കുന്നവരുടെ ന്യായീകരണം എന്നാണെന്നറിയോ? അവിടെ വചനം പഠിപ്പിക്കാനാണ്. പക്ഷെ ഈ വാക്യം വളരെ വ്യക്തമാണ്. അവർക്ക് വചനം അറിയാൻ കഴിഞ്ഞിട്ടല്ല, അവർ കണ്ണടച്ചിരുട്ടാക്കുക. അവിടെ ചെന്ന് അതിനോട് നമ്മൾ അസോഷിയേറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മളും അവൻ്റെ ദുഷ്പ്രവൃത്തിയിൽ കൂട്ടാളികളാകുക എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ഒരുപക്ഷെ യോഹന്നാൻ്റെ രണ്ടാം ലേഖനം ഇത്ര നെഗ്ലക്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാ. വീട്ടിൽ കൈക്കൊള്ളരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനെക്കുറിച്ചാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഇവിടെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ
വീടെന്ന് ഒരു പക്ഷേ യോഹന്നാൻ അർത്ഥമാക്കുന്നത് സഭയെക്കുറിച്ചാണ്. കാരണം അവിടെ ആ ഒരു ഹോംലി ലാംഗ്വേജാണ് സഭയെക്കുറിച്ച് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. കാരണം നിൻ്റെ മക്കൾ നോക്കുക, ഒരു വീട്, ഡിയർ ലേഡി എന്നൊക്കെ വിളിച്ചിട്ട് നിൻ്റെ മക്കൾ സത്യത്തിൽ ചിലർ എന്ത് ചെയ്യുന്നു, സത്യത്തിൽ നടക്കുന്നു. നോക്കുക, ആ ഒരു ഹോംലി ലാംഗ്വേജാണ്, ഭവന ഭാഷയാണ് സഭയെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ യോഹന്നാൻ അർത്ഥമാക്കുന്നത് വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുക പോലും ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് സാമാന്യ മര്യാദ ഒരാൾ വീട്ടിൽ കയറി വന്നാൽ കാണിക്കലെന്നല്ല. നേരെ മറിച്ച് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദുരുപദേഷ്ടാക്കന്മാരെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുതെന്ന് വേദപുസ്തകം നിശ്ചയമായും പറയുന്നു. അവരെ നമ്മുടെ ടി വിയിലും പ്രസംഗിപ്പിക്കരുത്, അവിടെ പോയി പ്രസംഗിക്കുകയും അരുത്. പിണങ്ങിയോ? അങ്ങനെയുള്ളതിന് നമ്മൾ പ്രോത്സാഹനം കൊടുക്കരുത്. കൊടുത്താൽ എന്താ പറ്റുന്നത്? നാമും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിതിങ്ങനെ തന്നെയാണോ എന്ന് നോക്ക്. കാരണം അതിനകത്ത് എഴുതിയേക്കുന്നത് എന്നറിയോ? അവൻ്റെ ദുഷ്പ്രവർത്തികളിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണത്. നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. യേശു എന്നോ മരിച്ചെന്നോ, ആ രക്തം അവിടെ ക്രൂശിൽ കിടന്ന് ഉണങ്ങിയെന്നോ, ആ രക്തം കൊണ്ട് വിടുതലുണ്ടെന്നോ ഒക്കെ പരിഹസിച്ച് പറയുന്ന സഭാ നേതാക്കന്മാരെ പ്രോത്സാഹിപ്പിച്ചാൽ നമ്മൾ അവൻ്റെ ദുഷ്പ്രവൃത്തിയിൽ എന്താകുക? മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ചിന്ത. അവൻ്റെ ദുഷ്പ്രവൃത്തിയിൽ നമ്മൾ എന്താകുക? അവരോട് സ്നേഹം വേണ്ടെന്നല്ല, അവരെ സ്വീകരിച്ചു, കുശലം പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അവരെ സ്നേഹിച്ചു. പക്ഷേ അവൻ്റെ ദുഷ്പ്രവൃത്തിയിൽ നമ്മൾ എന്താകരുത്? കാരണം അവൻ പറയുന്ന ഉപദേശം അനേകരെ നരകത്തിലേക്ക് തള്ളിവിടുന്നുക. അതിനകത്ത് ദൈവമക്കൾ കൂട്ടാളികളാകരുത്. ഞാൻ പറഞ്ഞല്ലോ, യോഹന്നാൻ്റെ 2-ാം ലേഖനത്തിൽ നിന്ന് പ്രസംഗത്തിൻ്റെ ഒരു പ്രശ്നം എന്നറിയാം. ഞാൻ ഇതിനകത്ത് നോക്കിയിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. അതുകൊണ്ടൊരു ത്രില്ല് വരുത്തുന്ന ഒരു പ്രസംഗം. ഞാൻ കഴിവതും ഇതൊന്ന് ഒഴിവാക്കാമോ എന്ന് ചിന്തിച്ചു, പക്ഷേ തുടർച്ചയായിട്ട് വരികയല്ലേ. അങ്ങനെയുള്ളതൊന്നും പറയാൻ, പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. യോഹന്നാൻ്റെ 2-ാം ലേഖനം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ വഞ്ചിക്കപ്പെടരുത്. 2, അവൻ്റെ ദുഷ്പ്രവർത്തികളിൽ നമ്മൾ എന്ത് ചെയ്യരുത്? കൂട്ടാളികളാകരുത് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെയുള്ളതിനെ നാം പ്രോത്സാഹിപ്പിക്കരുത്. യേശു കർത്താവിനെക്കുറിച്ചുള്ള ഉപദേശമാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് യോഹന്നാൻ പറയുന്നത്. അത് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം ലേഖനം 2-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും നമ്മൾ ആ കാര്യം വായിക്കുന്നുണ്ട്. യോഹന്നാൻ അവരെ വിളിക്കുന്നത് എതിർ ക്രിസ്തുക്കൾ എന്ന. എതിർ ക്രിസ്തുക്കൾ ആരാകുന്നു? എതിർ ക്രിസ്തു. യോഹന്നാൻ പറയുകയാണ്, ക്രിസ്തു ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ. Many false prophets. യേശു കർത്താവ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമാകുന്ന മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അനേക കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായിട്ട്. അപ്പോൾ നിശ്ചയമായിട്ടും സഭയുടെ ആരംഭം മുതൽ ഫോൾസ് പ്രോഫറ്റ്സ്, തെറ്റായ ഉപദേശം പറയുന്നവർ സഭയിലുണ്ടായിരുന്നു.
നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, ഞാൻ ഈ കാര്യം ചിന്തിക്കുകയായിരുന്നു. സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലന് പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നു. ആ കാര്യം നമ്മൾ ചിന്തിച്ചു. എന്നാൽ അതേസമയം തന്നെ അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തയെന്നുള്ളത്, യേശു കർത്താവിനെ അവിടുന്ന് ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത, അല്ലെ അതിനെ നിഷേധിക്കുന്ന അനേക കള്ളപ്രവാചകന്മാർ. രണ്ട് നിലകളിലാണ് ദൈവസഭ കർത്താവിനോടുള്ള ബന്ധത്തിൽ തെറ്റായ ഉപദേഷ്ടാക്കന്മാരാൽ ദൈവസഭയിൽ അങ്ങനെയുള്ള ഉപദേശങ്ങൾ കടന്നു വരുവാനിടയായത് രണ്ട് നിലകളിലാണ്. ഒന്ന്, യേശു കർത്താവ് എന്നുള്ളത്, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന വ്യക്തി കേവലം ഒരു മനുഷ്യനായിരുന്നു. സാധാരണക്കാരനാകുന്ന എല്ലാവരെയും പോലുള്ള ഒരു മനുഷ്യൻ. യേശു ദൈവമൊന്നുമല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു പഠിപ്പിക്കൽ ഉണ്ട്. മറ്റൊന്ന്, യേശു മനുഷ്യനായിട്ട് വന്നില്ല. യേശു സമ്പൂർണമായും ദൈവമായിരുന്നു. ദൈവത്തിന് മനുഷ്യനാകാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന് ഈ ജഡത്തിൽ വരുവാൻ കഴിയുകയില്ല. ജഡമെന്നുള്ളത്, അല്ലെ ശരീരമെന്നുള്ളത്, മാറ്റർ എന്നുള്ളത്, ബോഡി എന്നുള്ളത് അത് ഇൻഹെറൻ്റ്ലി ഈവിളാണ്, അത് മലിനമാണ്. അങ്ങനെ ഒരു ജഡത്തിലേക്ക് ദൈവത്തിന് വരാൻ കഴിയത്തില്ല. ഈ ആസിയയിലുണ്ടായിരുന്ന സഭകൾ യോഹന്നാൻ അപ്പോസ്തലൻ്റെ കാലത്ത് അഭിമുഖീകരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്. അതിനുള്ള കാരണം ഒരുപക്ഷെ ആ യവനായ തത്വചിന്തകൾ സഭയിൽ ഒരുപക്ഷെ ആ ചിന്തകൾ അവർ സഭയിലേക്ക് കൊണ്ടുവന്ന് കാണാം. ആ യവനായ തത്വചിന്തകൾ എന്താണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോകാൻ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സമയവുമില്ല. എന്നാൽ ഇത്രയും മനസ്സിലാക്കുക, അങ്ങനെയുള്ള ഒരു ചിന്താഗതി നിമിത്തം യേശു ക്രിസ്തു ജഡത്തിൽ വന്നില്ല എന്ന് പഠിപ്പിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ സഭയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ ലോകത്തിലുണ്ടായിരുന്നു. അവർ ദൈവമക്കളുടെ ഇടയിൽ നിന്ന് പോയവരാണെന്ന് യോഹന്നാൻ പറയുന്നു. അവർ നമുക്കുള്ളവരല്ലായിരുന്നു, നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മുടെ ഇടയിൽ പാർക്കുമായിരുന്നു എന്നൊക്കെ ഒന്നാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെയുള്ളവർ ചുറ്റിത്തിരിഞ്ഞു വരുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കരുത്? അവർക്ക് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റായ ഉപദേശം പഠിപ്പിക്കാനുള്ള വേദികളാക്കി നമ്മുടെ കൂട്ടായ്മയെ തീർക്കരുതെന്ന യോഹന്നാൻ പറയുന്നതിൻ്റെ സാരം. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇത്ര എംഫസിസ് ചെയ്ത് യോഹന്നാൻ പറയുന്നത്? അതാ എൻ്റെ ചിന്തയിലേക്ക് വന്നത്. ഞാൻ ഇന്ന് തുടർന്ന് നമ്മുടെ പരിമിതമാകുന്ന സമയത്തിൽ ആ കാര്യമാണ് പറയാൻ താല്പര്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്നതിനെ നിഷേധിക്കുന്ന ആ കൂട്ടരെക്കുറിച്ച് ഈ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ ഇത്ര ഖണ്ഡിതമാകുന്ന ഭാഷയിൽ പറയുന്നത്? ജഡം ബലഹീനമാണ്, എനിക്കറിയാം. ആത്മാവ് പക്ഷേ ഒരുക്കമുള്ള. യേശുക്രിസ്തു ജഡത്തിൽ വന്നു, ആ കാര്യമാണ് പറയുന്നത്. ഉറക്കം വരുന്ന, ക്ഷീണമുള്ള, ദാഹമുള്ള, ഉറക്കം ആവശ്യമായ ജഡത്തിൽ യേശു വന്നു. പക്ഷേ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആ ജഡത്തിൽ വന്ന യേശു പറഞ്ഞേ കേട്ടോ. അതുകൊണ്ട് ഉണർന്നിരിക്കേ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു, അല്ലേ അകപ്പെടും. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത
ഒന്ന് ചിന്തിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് യോഹന്നാന് ഈ കാര്യം എംഫസിസ് ചെയ്യുന്നത്, ഉറപ്പിച്ച് പറയുന്ന ഒരു വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം അത്ര പ്രാധാന്യമുള്ളതുകൊണ്ട്? അപ്പം യേശു കർത്താവ് ജഡത്തിൽ വന്നു എന്ന വിഷയം യോഹന്നാൻ അത്ര പ്രാധാന്യതയോടും അതിനെ നിഷേധിക്കുന്നവരെ ഖണ്ഡിതമാകുന്ന ഭാഷയിൽ അവൻ എതിർ ക്രിസ്തുവാണ്, അവൻ വഞ്ചകനാണ് എന്നൊക്കെ ഈ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാ വിളിക്കുന്നേ? എൻ്റെ മനസ്സിലേക്ക് അതാ ചിന്ത വന്നത്. അപ്പം അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന ആ ഉപദേശം വളരെ പ്രാധാന്യമുള്ള ഉപദേശമാണ്, അതീവ പ്രാധാന്യമുള്ള ഉപദേശമാണ്. യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന ഉപദേശം. എന്താ അതിൻ്റെ പ്രാധാന്യത? ഞാൻ പെട്ടെന്ന്, ഇതൊരു എക്സോസ്റ്റീവായിട്ടൊരു വിശദമാകുന്ന സ്റ്റഡിയല്ല, പ്രസംഗമല്ല, എന്നാൽ പെട്ടെന്ന് ചില കാര്യങ്ങളൊന്ന് ചൂണ്ടിക്കാണിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്നത് എംഫസൈസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്? പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ, യെസ്, ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനാൽ ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നോക്ക്, അവിടെ പറയുന്ന ആ പ്രയോഗം ശ്രദ്ധിക്കണം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത്. അപ്പോൾ യേശു കർത്താവ് ഈ ഭൂമിയിൽ ദൈവം വിശേഷമാകുന്ന നിയോഗത്താൽ അയച്ചു. എങ്ങനെ അയച്ചു? സ്ത്രീയുടെ സന്തതിയായി ജനിക്കാനായി അയച്ചു. ന്യായപ്രമാണത്തിൻ്റെ കീഴെ ജനിക്കാനായി ദൈവം തൻ്റെ പുത്രനെ അയച്ചു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഈ എവിടെ വന്ന് പിറക്കണമെന്ന് മുൻപ് കൂട്ടി തീരുമാനിക്കാൻ കഴിയുന്ന ഒരാളെ ഈ ഭൂമി ജനിച്ചിട്ടുള്ളൂ. നമ്മൾ ജനിച്ചത് നമ്മുടെ കുടുംബം, നമ്മുടെ പശ്ചാത്തലം, നമുക്കതിനകത്ത് ഒരു ചോയ്സും ഇല്ലായിരുന്നു. നമ്മളവിടെ ജനിച്ചു. അതുകൊണ്ട് തന്നെ ആരുടെയും ജനനം കൊണ്ട് നമ്മളവരെ, നമ്മുടെ ഉള്ളിൽ പോലും അവരെ ഇന്നടത്ത് ജനിച്ചതാ, നോ, വി ഹാവ് നോ റൈറ്റ്. അത് വിഷയമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജനിച്ചതും നമ്മൾ ആ കുടുംബത്തിൽ നമ്മൾ ജനിച്ചതേ ഉള്ളൂ. എന്നാൽ ജനനത്തിന് മുൻപ് എവിടെ ജനിക്കണമെന്ന് തീരുമാനിപ്പാൻ കഴിവുള്ള ഒരാളെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളൂ. അത് കർത്താവാണ്. എന്നാൽ കർത്താവിൻ്റെ വംശാവലി ഒന്ന് ചിന്തിച്ചാലോ? കർത്താവിൻ്റെ വംശാവലി ചില സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്.
ആ സ്ത്രീകളുടെ ഒക്കെ പശ്ചാത്തലം ചിന്തിച്ചാൽ അത്ര നല്ല പശ്ചാത്തലമല്ല. മനസ്സിലാക്കണേ. നമ്മൾ പലപ്പോഴും ഊറ്റം കൊള്ളുന്നത്, ഞങ്ങളുടെ വീട്ടിൽ 4 അച്ഛന്മാരുണ്ട്, ഒരു മെത്രാനുണ്ട്, ഇല്ലേ? അച്ഛനും മെത്രാനും ഒക്കെ ഉള്ളതാ വലിയ കാര്യം. അതൊന്നും വലിയ കാര്യമല്ലെന്നേ. ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വരാൻ വേണ്ടി തെരഞ്ഞെടുത്ത ലൈൻ എന്നുള്ളത് രാഹാബെന്ന ഒരു വേശ്യയുടെ വംശപാരമ്പര്യത്തിൽ വന്നു പിറക്കാൻ എൻ്റെ കർത്താവിന് ഇഷ്ടം തോന്നി. വായിച്ചിട്ടില്ലേ? രാഹാബ്. പിന്നെ ഒരാളാരാ? താമാർ. വായിച്ചിട്ടുണ്ടോ? നല്ല പശ്ചാത്തലമല്ല. പിന്നെ ആരാ? ബത്ശേബ, ഇല്ലേ? രൂത്ത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ജനിക്കുന്നതിന് മുൻപേ എവിടെ ജനിക്കണമെന്ന് തിരഞ്ഞെടുക്കാൻ അധികാരം ഉണ്ടായിരുന്നവൻ വന്നു പിറന്നത് ഒരു വലിയ പാരമ്പര്യം ഊറ്റം കൊള്ളാൻ കഴിയാത്ത ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നു പറഞ്ഞു. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരുവനോടും എന്നെ കർത്താവിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. നമ്മുടെ പശ്ചാത്തലം അത്ര നല്ലതല്ലെങ്കിലും ഓർക്കുക, യേശു വന്ന് പറഞ്ഞ പശ്ചാത്തലവും മാനുഷികമാകുന്ന നിലയിൽ ചിന്തിച്ചാൽ അത്ര കൊള്ളാവുന്നതല്ല. പക്ഷേ അവിടെ യേശു വന്ന് പിറന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാ, നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാ. ആ കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ കീഴേ ജനിച്ചു. സ്ത്രീയുടെ സന്തതിയായിട്ട് ജനിച്ചു. എന്തിന്? ന്യായപ്രമാണത്തിൻ്റെ കീഴുള്ളവരെ. അപ്പോൾ യേശുവിൻ്റെ ജഡത്തിലുള്ള വെളിപ്പാടിൻ്റെ കാരണങ്ങളിലൊന്ന്, ഒരു ദൂതനോ മറ്റൊരു ജീവികളോ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജനിക്കാൻ കഴിയത്തില്ല. ഒരു മനുഷ്യന് മാത്രമേ അതിന് കഴിയത്തുള്ളൂ. ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ഒരു സമ്പൂർണ്ണ മനുഷ്യന് മാത്രമേ സമ്പൂർണമായി അതിനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ യേശു എന്തിന് ജഡത്തിൽ വെളിപ്പെട്ടു? ദൈവത്തിൻ്റെ ന്യായപ്രമാണം സമ്പൂർണമായി നിവർത്തിച്ചിട്ട് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൻ കീഴിലായിരുന്ന എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങി ദൈവത്തിൻ്റെ മകനാക്കി മകളാക്കി തീർക്കണമെങ്കിൽ യേശു മനുഷ്യനായി പിറന്നേ തീരൂ. ജഡത്തിൽ യേശു വെളിപ്പെട്ടു. എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി. യേശു ജഡത്തിൽ വെളിപ്പെട്ടു. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഭയങ്കര സന്തോഷമായ ചിന്ത. അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നത്, പാപം അറിയാത്തവനെ, 2 കൊരിന്ത്യർ 5:21, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ന്യായപ്രമാണം കൊടുത്തപ്പോഴേ 2 കാര്യങ്ങളുണ്ട്: അനുഗ്രഹം, ശാപം. അനുഗ്രഹം, ശാപം. ഒരു വലിയ ലിസ്റ്റുണ്ട്. ഇന്നത് ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. ഇന്നത് ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് സമ്പൂർണമായി
ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിച്ചിട്ടും യേശുവിന് അതിൻ്റെ ആവശ്യമില്ല. എനിക്കും നിനക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇന്നത് ചെയ്തവൻ ശപിക്കപ്പെട്ടവൻ, ഇന്നത് ചെയ്തവൻ ശപിക്കപ്പെട്ടവൻ. ആ ശാപം മുഴുവൻ കർത്താവ് എന്ത് ചെയ്തു? സ്വയമായിട്ട് ഏറ്റെടുത്തു. എൻ്റെയും നിങ്ങളുടെയും സ്ഥാനത്ത് എന്നെയും നിങ്ങളെയും പോലെ മനുഷ്യനായിട്ട്. അതുകൊണ്ട് യേശു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി പിറന്നു. അപ്പം യേശു ജഡത്തിൽ വന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു സത്യമാണ്. യേശു ജഡത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇത് സാധ്യമല്ല. അതുകൊണ്ട് 2000 വർഷത്തിനപ്പുറം ഒരു നസറായനെന്ന് വിളിക്കപ്പെട്ട ആ ഗലീലക്കാരനാകുന്ന കാർപ്പൻ്റർ, ഹി വാസ് മോർ ദാൻ എ കാർപ്പൻ്റർ. അവിടുന്ന് ഒരു കേവലം തച്ചനല്ലായിരുന്നു, സർവശക്തനാകുന്ന ദൈവം. ക്രിസ്തുവിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദേഹരൂപമായി, ഇൻ ബോഡിലി ഫോം. ഈ മനുഷ്യ ശരീരത്തിലേക്ക് അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ വന്ന് ഇതിനുള്ളിലേക്ക് ഈ ശരീരമെടുത്തു. എത്ര അത്ഭുതകരം, എത്ര ആശ്ചര്യകരം! ഓ വണ്ടർ ഓഫ് വണ്ടേഴ്സ്! എത്ര അത്യത്ഭുതകരമാണ്! മനുഷ്യനായി. എന്തിനു വേണ്ടി? ന്യായപ്രമാണത്തിൻ്റെ കീഴിലുണ്ടായിരുന്നത് അമ്മേ വിലയ്ക്ക് വാങ്ങാൻ അതല്ലാതെ ഒരു മാർഗമില്ലായിരുന്നു. കാരണം ഒരു മനുഷ്യൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് ദൈവം മനുഷ്യനായി. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ വിലയേറിയത് അതൊരു നാളും സാധിക്കത്തില്ല. കാരണം ഒരു മനുഷ്യനും അത് കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പുത്രൻ ജഡത്തിൽ വന്നതുകൊണ്ട് ആ വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവമക്കളായി. നാം പുത്രത്വം പ്രാപിച്ചു. ക്രിസ്തു ജഡത്തിൽ വന്നു എനിക്ക് നിങ്ങൾക്കും വേണ്ടി. അത് അടിസ്ഥാനപരമാകുന്ന വിഷയം. 2, ദൈവത്തിൻ്റെ നിയമമാണ് രക്തം ചൊരിയാതെ വിമോചനമില്ല. ലേവ്യ 17:11 അടുത്തൊന്ന് വായിച്ചോ. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യെസ്, രക്തമല്ലോ ജീവൻ മൂലമായി. അപ്പോൾ പാപത്തിന് പരിഹാരം വരുത്തണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? രക്തം ചൊരിയണം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? കാളെ കൊല്ലാനും ആടിനെ കൊല്ലാനും പക്ഷികളെ കൊല്ലാനുമായിട്ടൊക്കെ നിയമം കൊടുത്തു. പക്ഷെങ്കിൽ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. പാപങ്ങളെ നീക്കുവാൻ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് എന്തില്ല? കഴിയുന്നതല്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിന് മനസാക്ഷിയെ ശുദ്ധീകരിപ്പാൻ എന്ത് ചെയ്യുന്നില്ല? കഴിയുന്നില്ല. അതുകൊണ്ടാണ് പിന്നെയും എന്ത് ചെയ്യുന്നത്? യാഗം അർപ്പിക്കുക. യാഗം അർപ്പിച്ചുകൊണ്ടേയിരുന്നു.
അനേക വർഷങ്ങൾ യാഗങ്ങൾ അർപ്പിക്കപ്പെട്ടു. എന്നിട്ടും മനുഷ്യനൊരു കാര്യം മനസ്സിലായി. ഒന്ന്, ദൈവത്തിൻ്റെ നീതി സമ്പൂർണ്ണമായി നിവർത്തിപ്പിക്കപ്പെടാൻ കഴിയത്തില്ല. രണ്ട്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പുറമെ ചില കോസ്മെറ്റിക് ചേഞ്ചസ്, ജഡീക ശുദ്ധി വരുത്താൻ കഴിയുമായിരിക്കും. അത് പറയുന്നുണ്ട്. മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മം ജഡീക ശുദ്ധി വരുത്തും. എന്നാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികമായി ശുദ്ധീകരിക്കും. മനസാക്ഷിയിൽ ശുദ്ധീകരണം സംഭവിക്കണമെങ്കിൽ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം ചൊരിയപ്പെട്ടാൽ കഴിയുന്നതല്ല. ദൈവം പ്രമാണം വെച്ചു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. കാരണം മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ആ രക്തം ചൊരിയപ്പെടുകയാ. കാളകൾ കൊല്ലപ്പെടുന്നു, ആട്ടുകൊറ്റന്മാർ കൊല്ലപ്പെടുന്നു. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, പതിനായിരക്കണക്കിന് ഇതെല്ലാം കൊല്ലുകയാണ് ഓരോ ആണ്ടുകൾ കഴിയും തോറും. പക്ഷെ മനസാക്ഷിയെ ശുദ്ധീകരിപ്പാൻ കഴിയാതെ ഇരുന്നപ്പോൾ കുഞ്ഞാടിൻ്റെ നിർദോഷവും നിഷ്കളങ്കവും വിലയേറിയതുമാകുന്ന രക്തം ആ കാൽവറി ക്രൂശിൽ പാപമില്ലാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധന്റെ രക്തം, മനുഷ്യരക്തം ചിന്തപ്പെടണമെങ്കിൽ യേശു ജഡത്തിൽ വെളിപ്പെട്ടേ തീരൂ. അതുകൊണ്ടാണ് യേശു ജഡത്തിൽ വെളിപ്പെട്ടത്. മനസ്സിലാക്കണേ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് അത് കഴിയാതെയിരുന്നു. എബ്രായ ലേഖനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 10-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ, സമയമില്ലെങ്കിൽ ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു മുൻപോട്ട് പോകുകയാണ്. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിലുള്ള എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തു കഴിച്ച ശരീരയാഗത്താൽ മനുഷ്യ ശരീരം ആ ക്രൂശിൽ യാഗമാക്കേണ്ടതിന് യേശു ഈ ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ടു. എൻ്റെയും നിങ്ങളുടെയും ശരീരം എങ്ങനെയാണോ, ഈ ശരീരത്തിൽ യേശു കടന്നു വന്നു. എന്തിന്? ഈ ശരീരത്തിലെ ചൂട് രക്തം ചിന്തപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ നീതി സമ്പൂർണമായും തൃപ്തീകരിക്കേണ്ടതിന്. മനുഷ്യന്റെ വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ കഴിയുകയില്ല എന്ന് പഴയ നിയമത്തിൽ അവരലറിക്കറിയുമ്പോൾ, വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ കഴിയുന്ന നിർമ്മലമാകുന്ന ഒരു രക്തം ചിന്തപ്പെടേണ്ടതിന് യേശു ഈ ഭൂമിയിലേക്ക് ജഡത്തിൽ വെളിപ്പെട്ടു വന്നു. ആ ദൈവത്തിൻ്റെ കുഞ്ഞാട്, പ്രിയപ്പെട്ടവരെ, അത് ജഡത്തിൽ കർത്താവ് വെളിപ്പെട്ടില്ലെങ്കിൽ അതിൽ സാധ്യമല്ല. മറ്റൊന്ന്, യേശു ജഡത്തിൽ വെളിപ്പെട്ടതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ കാരണം എന്നാ? ദൂതന്മാർക്കോ മറ്റൊരു ആത്മജീവികൾക്കോ നമ്മെ മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാളും അനുഭവം കൊണ്ട് നമ്മുടെ കർത്താവിന് നമ്മെ തിരിച്ചറിയാം. എന്തുകൊണ്ട്? എബ്രായർ 4:15
നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അടുത്ത വാക്യം എങ്ങനെയാ പറയുന്നതെന്ന് അറിയാമോ? അതുകൊണ്ട്, ഏതുകൊണ്ട്? നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ മഹാപുരോഹിതൻ നമ്മെപ്പോലെ ആയവനാ. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. ഒരു ദൈവ പൈതൽ കടന്നു പോകുന്ന ഒരു ജീവിത സാഹചര്യവും നമ്മുടെ കർത്താവ് അറിയാത്തതല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഡീറ്റെയിൽസും അതുപോലെ കർത്താവ് കടന്നു പോയെന്നല്ല. പൊതുവായി കർത്താവ് സകലവും അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിന് സകലവും അറിയാം. വിശപ്പ് എന്താന്ന് കർത്താവിന് അറിയാം. ക്ഷീണം എന്താന്ന് കർത്താവിന് അറിയാം. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രയാസം എന്തെന്ന് കർത്താവിന് അറിയാം. കാരണം സ്വന്തം കുടുംബക്കാർ പറഞ്ഞു, പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവൻ ഇവിടെ അല്ലത് ചെയ്യേണ്ടത്, നീ യെരുശലേമിലെങ്ങാനും പോകാൻ പറഞ്ഞു. എന്നിട്ട് എഴുതിയേക്കുന്നത് അവൻ്റെ വീട്ടുകാരും അവനിൽ വിശ്വസിച്ചില്ല. ഒരു വീട്ടുകാർ ഒരുവനെ റിജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്തെന്ന് ആർക്കറിയാം? കർത്താവിനറിയാം. ഒരു വേർപാടിൽ ഒരു വ്യക്തിക്ക് എന്ത് ദുഃഖമുണ്ടാകുമെന്ന് കർത്താവിന് അറിയാം. കാരണം അവിടുന്ന് എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ടും ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്നപ്പം മറിയയും മറ്റുള്ളവരും കരയുന്നത് കണ്ടപ്പം മിണ്ടാതിരിക്കെ, ഞാൻ വലിയ കാര്യം ചെയ്യാൻ പോകാം എന്നല്ല കർത്താവ് പറഞ്ഞത്. ഒരു വാക്യം എഴുതിയേക്കുന്നത് ഇങ്ങനെയാ: യേശു കണ്ണുനീർ വാർത്തു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹി നോസ്. അപ്പോൾ യേശു ഈ ജഡത്തിൽ വന്നതുകൊണ്ടാണ് he can relate with me in any and every situation of life. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ആർക്ക് കഴിയും? കർത്താവിന് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈ ശരീരത്തിൽ വന്നതുകൊണ്ട് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഓരോ കൂടിവരവും ക്രിസ്മസ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതിൻ്റെ വശങ്ങളിലേക്ക് പോയല്ല. അവരൊരു വർഷത്തിൽ കൂടുമ്പം every day must be a celebration of Christmas for a born again child of God. വീണ്ടും ജനിച്ച ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും it is a celebration of joy. കാരണം ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു, ജഡത്തിൽ വെളിപ്പെട്ടു. എന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ ദൈവത്തിന്, കർത്താവിന് ഒരു പ്രയാസമില്ല. കാരണം he has gone through. അവൻ മുമ്പേ കടന്നുപോയി, നമുക്ക് മുൻപായിട്ട്. അനേക കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. അതുമാത്രമല്ല, മരണം എന്ന ശത്രു നമുക്ക് മുമ്പിലുണ്ട്. ജനിച്ച എല്ലാവരും മരിക്കും. ആ ശത്രു മാറിപ്പോകുന്നത് ഒടുക്കത്തെ ശത്രുവായിട്ടേ പോകത്തുള്ളൂ. എന്നാൽ അതുവരെ ഈ ജനിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യും? മരിക്കും. ദൈവം ഈ ഭൂമിയിലേക്ക് വന്നിട്ട് താൻ മാത്രം അമർത്യതയുള്ളവൻ, when he took upon human flesh on himself, അമർത്യതയുള്ള ദൈവം മനുഷ്യജഠം, മനുഷ്യ ശരീരം തന്നിലേക്കെടുത്തപ്പം, എബ്രായലേഖനം 2:14 മുതൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി.
ചിലർ പറയുന്നത് പോലെ മരിച്ചപ്പോൾ കർത്താവിനെ കൊണ്ടുപോയി അവർ ഇട്ടിടിക്കുകയൊന്നുമല്ലായിരുന്നു. ചിലരങ്ങനെയൊക്കെയാണ് പറയുന്നത് കോട്ടയത്ത്. അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നോ, മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. കാൽവറി അതിൽ തന്നെ ജയമാ. കാൽവറിയിലാ പറഞ്ഞത് സകലവും നിവൃത്തിയായെന്ന്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അവിടെ ജയോത്സവം കൊണ്ടാടി. വിവരക്കേട് പറയുന്നതിന് ഒരു അറുതി വേണ്ടേ? പലരും പറയുന്നതന്നെ അന്നേരം കൊണ്ടുപോയിട്ട് സാത്താനിട്ട് ഇടിക്കുകയായിരുന്നു കർത്താവ്. നോ നോ നോ, ദൈവദൂഷണം പറയും. ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഇടയിൽ ആൾക്കാരുണ്ടല്ലോ. ഞാനൊരു കാര്യം പറയാം, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തിയിൽ കൂട്ടാളിയാണെന്നാണ് യോഹന്നാൻ പറയുന്നത്. അതുകൊണ്ട് മിണ്ടിപ്പോയേക്കരുത് അതിനെക്കുറിച്ച്. കുറഞ്ഞ വർഷം കുറച്ച് കാലത്തേക്കെങ്കിലും മിണ്ടാതിരിക്കും. പിന്നെ മിണ്ടുമെന്ന് എനിക്കറിയാം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമുക്ക് പുനരുത്ഥാനത്തിൻ്റെ പ്രതീക്ഷയുണ്ട്. എന്തുകൊണ്ടാണ് പൗലോസ് പറയുന്നത്? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉറപ്പിച്ചില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് പറയും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് ഈ ജഡത്തിൽ വെളിപ്പെട്ടതുകൊണ്ടും മരണത്തിന് വിധേയനായതുകൊണ്ടും മരണത്തെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് യേശുവിനോടുള്ള യൂണിയനിലേക്ക് വരുന്ന സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാ, ഈവൻ ദ decaying body of a child of God in a grave is in union with Christ. ശവക്കല്ലറയിൽ അഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ആ ശരീരം പോലും യേശുവുമായിട്ടുള്ള യൂണിയനിലാ. കാരണം കാഹളം ധ്വനിക്കുമ്പോൾ അക്ഷരായി ഉയർക്കും. Because of union with Christ, He united Himself to me. എൻ്റെ ഈ ശരീരത്തോട് അനുരൂപത അവിടുന്ന് ചെയ്തു. അതാ അതിൻ്റെ കാരണം. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ഉയർക്കുന്നു. മറ്റൊന്ന്, യേശുവിൻ്റെ ജഡത്തിലുള്ള വെളിപ്പാടിൻ്റെ പ്രാധാന്യത എന്ത്? യേശു ഈ ജഡത്തിൽ വെളിപ്പെട്ട് ദൈവപ്രസാദകരമായിട്ട് എങ്ങനെ ജീവിക്കാമെന്ന് യേശു കാണിച്ചു തന്നു. അതുകൊണ്ടാണ് നമുക്ക് പിന്തുടരാൻ നല്ലൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. യേശു ജഡത്തിൽ വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ യേശു മാതൃകയാകുകയില്ലായിരുന്നു. യേശു ജഡത്തിൽ വെളിപ്പെട്ടതുകൊണ്ടാണ് യേശു നമ്മുടെ മാതൃകയാകുന്നത്. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, ദൈവഭക്തിയുടെ മർമ്മമെന്ന് പൗലോസ് വിളിക്കുന്നത് എന്തിനെയാണെന്നറിയാം? 1 തിമോത്തിയോസ് 3:16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷമായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ഇറ്റ് ഈസ് എ ഗോഡ്ലിനെസ് പ്രൊമോട്ടിംഗ് റെവലേഷൻ. ജഡത്തിൽ വെളിപ്പെട്ടു എന്നത് ദൈവഭക്തിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വെളിപ്പാടാണ്. മറ്റൊന്ന്, മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ ഏക മധ്യസ്ഥനേയുള്ളൂ. ആ മധ്യസ്ഥനാരാ? വെറും യേശു ക്രിസ്തു അല്ല, മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ.
മനുഷ്യനായി എന്നെ നന്നായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന മനുഷ്യനായ ക്രിസ്തുയേശു എനിക്കും ദൈവത്തിനും നടുവിൽ ഉണ്ട്. എത്ര സന്തോഷം നൽകുന്ന കാര്യമാണ്. യേശു ജഡത്തിൽ വെളിപ്പെട്ടത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. മാത്രമല്ല, ആ യേശുവിനോട് അനുരൂപരാക്കുക എന്നുള്ളത് ആ ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ടാണ് റോമാലേഖനം 8:28-29 എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താ നന്മ? അടുത്തത്, അവൻ അനേകം സഹോദരന്മാർ മുന്നറിഞ്ഞവരെ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എബ്രായർ 13:8. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വാക്യം മാത്രം പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പൗലോസ് പറയുന്നു, മനുഷ്യനായ ക്രിസ്തുയേശു. അങ്ങനെയെങ്കിൽ ദൈവമായവനിൽ അതുവരെ ഈ ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെടുന്നതുവരെ ഇല്ലാത്ത ഒന്നുകൂടെ കർത്താവിനോട് കൂട്ടിച്ചേർക്കാൻ കർത്താവിന് പ്രസാദം തോന്നി. അതെന്താ? മനുഷ്യ ഹ്യൂമാനിറ്റി, ഹ്യൂമൻ നേച്ചർ, അതിനെ കൂട്ടിച്ചേർത്തു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഭൂമിയിൽ കർത്താവ് എന്തായിരുന്നോ അതാ ഇപ്പോഴും കർത്താവ്. ഈ ഭൂമിയിൽ കർത്താവ് എന്തായിരുന്നോ അതാ ഇപ്പോഴും കർത്താവ്. ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ പരിമിതികൾക്ക് വിധേയനാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഇന്ന് കർത്താവ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ്. പക്ഷെങ്കിൽ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന എന്ന് പറഞ്ഞാൽ അവിടുന്ന് സുവിശേഷങ്ങളിൽ നമ്മൾ കർത്താവിനെ എങ്ങനെ കാണുന്നു, ആ സ്വഭാവത്തിന് ഇന്നും മാറ്റമില്ല. ഒരു വിധവയുടെ ഏക മകനെ മരിച്ചവനായിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ആ മഞ്ചം തൊടാൻ തക്കവണ്ണം കർത്താവിന് മനസ്സലിഞ്ഞെങ്കിൽ, അവളോട് കരയണ്ട എന്ന് പറഞ്ഞെങ്കിൽ, തണ്ടു വലിച്ച് ഭയന്ന് വലയുന്ന ശിഷ്യന്മാരെ കണ്ടപ്പം ഭയപ്പെടേണ്ട, ഇത് ഞാനാണെന്ന് പറഞ്ഞവൻ, ലാസറിൻ്റെ കല്ലറയ്ക്കൽ കടന്നു വന്ന് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണെന്ന് പറഞ്ഞവൻ, അങ്ങനെ മനുഷ്യൻ്റെ സകല കാര്യങ്ങളും അനുഭവം കൊണ്ട് തിരിച്ചറിഞ്ഞ ആ യേശു ക്രിസ്തു സ്വർഗത്തിലാണ്. പക്ഷെങ്കിൽ അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവിടുന്ന് എന്നേക്കും ജീവിക്കുന്നത് കൊണ്ട് നമ്മെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവിടുന്ന് പ്രാപ്തനാകുന്നു. ഈ മർമ്മം വലിയതാണ്. ദൈവം ഈ മനുഷ്യ ശരീരത്തിൽ വെളിപ്പെട്ടു. അതെത്ര അത്ഭുതകരമാണ്. അതെനിക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ സത്യത്തെ ഡിനേ ചെയ്താൽ നീ നരകത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇത് പല ഫോംസിലാണ്, ഇത് പല വിവിധ നിലകളിലാണ് പലരും ഇന്ന് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഏത് നിലയിലാണെന്നിരിക്കട്ടെ, അത് അപകടമാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുമ്പം ഭാഷ ഉപയോഗിക്കുന്നതിന് ഒരു മയവുമില്ല. വഞ്ചകനാ, എതിർ ക്രിസ്തുവാ. അവനെ വീട്ടിൽ കൈക്കൊള്ളുകയോ കുശലനം അവനെ സഭയെ കയറ്റരുത്, അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യരുത്. അനേകരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ് സത്യസുവിശേഷം. സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമായി വെളിപ്പെട്ട യേശുവിൻ്റെ ഉപദേശത്തിൽ കുറഞ്ഞ ഒന്ന് പഠിപ്പിക്കുന്ന ഒരിടത്ത് കേൾക്കാൻ പോലും പോകരുത്. അത് അബദ്ധമാണ്. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ,